ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ബോക്സ് ആണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ 2 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കരുതി നമുക്കൊരു എക്സ്പ്ലോഷൻ ബോക്സ് ഉണ്ടാക്കി അതിനകത്ത് ക്യൂട്ടായിട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാമെന്ന്. അതിനായിട്ട് ഞാനിവിടെ 10.5 സെൻറ്റിമീറ്ററും ഒരു 1 സെൻറ്റിമീറ്ററിലും 2 മെഷർമെൻറ്റ് എടുത്ത് ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു കോമ്പസ് ഉപയോഗിച്ച് 1 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ നിന്ന് സ്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കോർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മടക്കാൻ പറ്റും. സാധാരണ നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ സ്കോറൊന്നും ചെയ്യാതെ മടക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം. നമുക്ക് ഇങ്ങനെ ഒരു കോമ്പസോ അല്ലെങ്കിൽ ഒരു മഷി ഒഴിഞ്ഞ പേനയോ വെച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്ത് കാർഡ്സൊക്കെ ഉണ്ടാക്കാൻ ഇതേപോലെ ഒന്ന് സ്കോർ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പസ് വെച്ച് സ്കോർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വേറൊരു ബോർഡാണ് സ്കോറിംഗ് ബോർഡ്. ഇതിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത് ഇതേപോലെ സ്കോർ ചെയ്ത് കൊടുത്താലും നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ അളവിൽ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. കുറേ സമയം ഞാൻ സ്പെൻഡ് ചെയ്തത് ഇതിലേക്ക് മാച്ചായിട്ടുള്ള പേപ്പേഴ്സ് കണ്ടുപിടിക്കാനായിരുന്നു. ഈ പ്രിൻറ്റഡ് പാറ്റേൺ പേപ്പേഴ്സ് നിങ്ങൾക്ക് പിൻട്രസ്റ്റിനൊക്കെ പാറ്റേൺസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ വാങ്ങിച്ചു വെച്ച കുറച്ച് പാറ്റേൺസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഈ ഇയറിങ്ങിലേക്കും ലിപ്സ്റ്റിക്കിലേക്കും മാച്ചിങ് ആയിട്ട് ഈ 2 പേപ്പേഴ്സാണ് കിട്ടിയത്. ഇയറിങ് വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ അതിലേക്കൊരു ഗ്രീൻ കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത്രയും പേപ്പേഴ്സാണ് ഞാൻ അതിലേക്ക് ചൂസ് ചെയ്തത്. പിന്നെ ബോക്സിൻ്റെ ഔട്ടർ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ഷെയ്ഡും കൂടെ സെലക്ട് ചെയ്തു. ഈ ബേസിലേക്ക് പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഡൈ കട്ട് മെഷീനാണ് ഉപയോഗിച്ചത്. ഡൈ കട്ട് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ഷേപ്പുള്ള ഡൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, സ്ക്വയർ ഷേപ്പിൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടി. ഇത്രയും പേപ്പേഴ്സാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചത്. ഇതിപ്പോൾ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാൾ ഈസിയാണ് ഡൈ കട്ട് മെഷീൻ ഉപയോഗിക്കുമ്പോൾ. ഇത് റെഡ് ടാക്കി ടാപ്പ്. സാധാരണ ഞാൻ എൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പ്രൊജക്റ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൂ ആണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ ഇത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹാൻഡ് മെയ്ഡിനൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. പ്രത്യേകിച്ച് ഫെവിക്കോളിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറ് ഈ ഒരു റെഡ് കളർ ഡബിൾ ടാപ്പാണ്. പക്ഷെ ഇത് കിട്ടാൻ കുറച്ച് പാടാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നല്ല റേറ്റ്. ബോക്സിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് ഇയറിങ്ങും ലിപ്സ്റ്റിക്കും വിടുന്നത്. ബോക്സിൻ്റെ എല്ലാ ഭാഗത്തും പേപ്പേഴ്സ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി പുറത്ത് ഭാഗത്ത് ഒട്ടിക്കാനുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ബോക്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യാമെന്ന് കരുതി.
കുറച്ച് സ്റ്റാർ ഷേപ്പുള്ള ഡൈസോ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോട്ടോ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാട്ടോ. ഞാൻ ആദ്യം ഗം അപ്ലൈ ചെയ്തത് ഈ സ്റ്റാറിൻ്റെ ഫ്രണ്ട് ഫേസിലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അത് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാൻ പിന്നെ അത് ബോക്സിനകത്ത് ആദ്യം ഈ സ്റ്റാർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫോട്ടോ സ്റ്റിക്ക് ചെയ്യുക ചെയ്തത്. ആദ്യം ഒരു വട്ടം ഞാൻ ഡബിൾ ടാപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്തപ്പോൾ പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളെ കമ്മൽ താഴെ ബോക്സിൻ്റെ അവിടെ തട്ടിയിട്ടേ അത് സ്ട്രോങ് ആയിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ ഒരു ലെയറും കൂടെ ഡബിൾ ടാപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തു.
കാർഡിൽ യൂസ് ചെയ്ത പല ഫോട്ടോസും പല ടൈമായിട്ട് ഞങ്ങൾ തന്നെ എടുത്തതാണ്. ജേണൽ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ അവൾക്ക് പ്രിൻ്റ് ചെയ്ത് കൊറിയർ അയക്കണമെന്ന് ഞാൻ കുറേ ആയി പ്ലാൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ത്രെഡ് ചെയ്ത് ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചത്. ഇനി അവൾക്കിത് ജേണൽ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ഇനി ഈ ബോക്സിനൊരു ലിഡ് ഉണ്ടാക്കണം. ഞാനിവിടെ ഏകദേശം ഒരു മെഷർമെൻ്റൊക്കെ എടുത്തിട്ടാണ് ലിഡ് ഉണ്ടാക്കുന്നത്.